എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ കാത്തിരിക്കുന്നത്. നമ്മുടെ ഗംഗ ഒരു കല്യാണ പെണ്ണായി അണിഞ്ഞൊരുങ്ങി വിനീതനെയും കാത്ത് അമ്പലത്തിൽ വന്ന് നിൽക്കുകയാണ്. തനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ആണെങ്കിൽ പോലും തൻ്റെ കല്യാണം വീണ്ടും മുടങ്ങി പോവാണോ എന്നുള്ള വേദന ഗംഗയ്ക്കുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അപമാനിതയായി താനിത് എത്രാമത്തെ വട്ടമാണ് നിൽക്കുന്നത് എന്ന ചിന്തയാണ് കേട്ടോ ഗംഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതേസമയം വിനീതിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ ശാരദ. വീണ്ടും തൻ്റെ മോളുടെ കല്യാണം മുടങ്ങുമോ എന്നോർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കാം. അപ്പോൾ കാവേരി പറയും, അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കാം. അപ്പോൾ യമുന പറയും, സുജാത അപ്പച്ചിയുടെ സ്വഭാവത്തിന് നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ആവല്ലേ കാവേരി ചേച്ചി ഉള്ളൂ. ഇതിപ്പം ഗംഗേച്ചിയുടെ കല്യാണം മുടങ്ങുമോ, വിനീതേട്ടനെ അവരിങ്ങോട്ട് വരാതെ പിടിച്ചു വെച്ചിരിക്കുകയാകും എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും രാധമ്മയും ആകെ തകർന്ന് നിൽക്കുകയാണ്. ആ പാവം ചെറുക്കനെ സുജാത ഒരു സമാധാനം കൊടുത്ത് കാണില്ല. അതിൻ്റെ കൂടെ ആ ഗീതയും വന്നിട്ടുണ്ടാവും. രണ്ടുപേരും കൂടി ചേർന്ന് അതിനെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യുമോന്നാ എൻ്റെ പേടി എന്ന് പറയാം. അത് കേൾക്കുമ്പം കാവേരി പറയും, ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറയാം. അപ്പം നിവിൻ പറയും, കാവേരി തന്നെ പോകണ്ട, ഞാനും കൂടി വരാം, നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ പോകാം എന്ന് പറയണം കേട്ടോ. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരാളുടെ എൻട്രി. മറ്റാരുടെയല്ല, ജയപാലൻ വണ്ടിയിൽ വന്നങ്ങോട്ട് ഇറങ്ങുക. എന്നിട്ട് ശാരദ മുന്നിലോട്ട് അങ്ങ് കയറി നിൽക്കും. അല്ല ശാരദ, ഇന്ന് 10 മണിക്കെങ്ങാണ്ട് നിന്റെ മകളുടെ കല്യാണം ഇവിടെ വെച്ച് നടക്കും, ചെറിയൊരു സദ്യ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ട് കല്യാണ പെണ്ണിനെ അല്ലാതെ ചെറുക്കനെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി, ഈ കല്യാണം മുടങ്ങിയായിരിക്കും അല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പം ഇതിനൊന്നും മറുപടി ഇല്ലാതെ ശാരദ അവിടെ നിൽക്കുക. അല്ല, എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ ആലോചനയൊക്കെ നീ നടത്തിക്കാൻ നോക്കിയതല്ലേ, ആ ചെറുക്കനൊരു പൊട്ടനാ, അതെനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാ, അമ്മയുടെ വാല് തൂമി നടക്കുന്നവനാ. സുജാതയെ അവനെ പേടിപ്പിച്ച് നിർത്തി കാണും, അവൻ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരാനാ എന്ന് ചോദിക്കും. അപ്പം അത് കേൾക്കുന്ന കാവേരി പറയും, നിങ്ങളെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഇപ്പം എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അയ്യോ, അപ്പം കാവേരിയോട് അമ്മയൊന്നും പറഞ്ഞില്ലായിരുന്നോ? ശാരദ ഇന്നലെ രാത്രി തന്നെ എന്നെ ക്ഷണിച്ചിരുന്നു, പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. എന്നെ ധിക്കരിച്ച് ഈ കല്യാണം നടത്താൻ നോക്കിയിട്ട് നടന്നോ? നിന്റെ ഈ മകള് കല്യാണം മുടങ്ങി ഇത് എത്രാമത്തെ തവണയാണ് നിൽക്കുന്നത്. ഇവളുടെ കല്യാണം നടക്കാത്തപ്പം താഴെയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കല്യാണം നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിൽ കൂടുതൽ ചീത്തപ്പേര് കുടുംബത്തോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. 4 കല്യാണം നടക്കാതെ 4 കെട്ടാമുട്ടികളായിട്ട് നിന്റെ പെൺമക്കള് അങ്ങനെ സ്നേഹതീരത്ത് നിൽക്കും. അത് ഈ ജയപാലൻ കാണുകയും ചെയ്യും. അല്ല, ഈ ജയപാലനെ ധിക്കരിച്ച് വേണമല്ലോ ഇവിടെ ചിലർക്കൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. എന്നിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിവുണ്ടോ? അതുമില്ല. അപ്പം ഞാൻ കൊണ്ടുവന്ന ആലോചനയോടാണെങ്കിൽ പുച്ഛം, എന്നിട്ട് കല്യാണം നടന്നല്ലോ എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശാരദയാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. ഇനിയിപ്പോൾ കല്യാണം നടന്നത് തന്നെ. അപ്പം ഈ നടക്കാത്ത കല്യാണത്തിൻ്റെ സദ്യ ഉണ്ണാൻ വേണ്ടി ആയിരുന്നല്ലേ ശാരദ നീ എന്നെ ഇന്നലെ രാത്രി തന്നെ ക്ഷണിച്ചത്? എന്തായാലും വന്നത് നന്നായി. തള്ളയുടെ മക്കളുടെയും അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാ. എന്നെയൊക്കെ പുച്ഛമായിരുന്നല്ലോ, ഞാനാ നിങ്ങളുടെ കുടുംബം തകർത്തതാണല്ലോ പറയുന്നത്, എന്നിട്ടിപ്പം കണ്ടല്ലോ എന്ന് ചോദിക്കുക. സ്വന്തം മരുമകനെ അത്ര വിശ്വസിച്ചിട്ട് മരുമകൻ തന്നെ മോളെ കെട്ടാൻ വരുമെന്ന് കരുതിയിട്ട് എന്തേ വന്നില്ല എന്ന് വീണ്ടും ചോദിക്കണം കേട്ടോ. അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്ന ശാരദയെ കാണുമ്പം കാവേരി ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്നിപ്പോൾ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്, എൻ്റെ ഗംഗേശ്വര കല്യാണം നടക്കുമോ നടക്കാതിരിക്കുമോ, അത് നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അല്ല, എന്നെ ബാധിക്കുന്നില്ല, അല്ല ഇനിയൊട്ട് ബാധിക്കേയില്ല, നീയൊക്കെ ചത്താലും ജീവിച്ചാലും ഇനി ജയപാലൻ തിരിഞ്ഞു നോക്കാനും പോകുന്നില്ല എന്ന് ജയപാലൻ പറയണം. കല്യാണം മുടങ്ങി ഇവള് നിന്റെ വീട്ടിൽ നിന്നു പോകത്തേ ഉള്ളൂ, അത് ഈ ജയപാലൻ കാണിക്കുകയും ചെയ്യും എന്ന് ജയപാലൻ വീണ്ടും പറയണം കേട്ടോ. എന്നിട്ട് അവിടെ നിന്നങ്ങോട്ട് പോവുകയാണേ. അപ്പം ശാരദ അവിടെ നിന്ന് കരയാം, അമ്മ എന്തിനാമ്മ അയാളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് എന്ന്. അപ്പോൾ കാവേരി ചോദിക്കുക, അത് പിന്നെ മോളെ ഗംഗയുടെ കല്യാണം അയാൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛനെ ചതിച്ചിട്ട് അയാൾ സന്തോഷത്തോടെ ജീവിക്കുമല്ലേ, അങ്ങനെ ചതിയന് ഇങ്ങനൊരു കാഴ്ച കാണിച്ചു കൊടുക്കാനായിട്ട് തന്നെയാണ് ഞാൻ അയാളെ വിളിച്ചു വരുത്തിയത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗംഗ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത് കാണുമ്പോഴത്തേക്കും കാവേരിക്ക് ഒരുപാട് സങ്കടമാവുക. അമ്മേ, ഞാൻ എന്തായാലും അപ്പച്ചിയുടെ വീട് വരെ ഒന്ന് പോകാം, അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാലോ. വിനീതേട്ടൻ ഇനി അവർ പിടിച്ച് പൂട്ടിയിട്ടേക്കോ വല്ലതും ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ നോക്കാം. അപ്പം രാധമ്മ പറയും, നീ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ കാവേരി, അവൾ നിന്നെ ആ വീടിനകത്ത് കയറ്റുമോ
പറ്റുമോ എന്ന് ചോദിക്കുക. എങ്ങനെയെങ്കിലും വിനീതേട്ടനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ ഞാൻ നോക്കാം അച്ചമ്മ എന്ന് അപ്പം രാധമ്മയോട് പറയണം കേട്ടോ. അപ്പം നിവിൻ പറയും കാവേരി തന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, കാരണം വിനീതിൻ്റെ അമ്മയും പെങ്ങളും ആകെ ദേഷ്യത്തിലാണ്, എന്നോട് വരെയും അവർ വളരെ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അങ്ങനെയുള്ളപ്പം കാവേരിയെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം എന്ന് പറയുന്നു കേട്ടോ. നിവിനും നമ്മുടെ കാവേരിയും കൂടി സുജാതയുടെ വീട്ടിലേക്ക് വിനീതിനെ രക്ഷപ്പെടുത്താനായിട്ട് പോകാൻ തുടങ്ങുക. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്ന് തരിപ്പണമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗംഗ. അപ്പോൾ ഗംഗയുടെ അടുത്തേക്ക് യമുന ചെന്നിട്ട് ചേർത്ത് നിർത്തും. ചേച്ചി സങ്കടപ്പെടേണ്ട, വിനീതേട്ടൻ വരും എന്ന് പറയണം കേട്ടോ. അപ്പം ഒരു മറുപടി ഇല്ലാതെ ഗംഗ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ മകളുടെ അവസ്ഥ കാണുമ്പം ശാരദയ്ക്ക് ഒരുപാട് സങ്കടം വരിക. അവളെ കൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിൽ നിർത്തിയത് താനാ എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ശാരദയും അവിടെ നിന്ന് കരയാ. ഇത് കാണുമ്പം രാധമ്മ വന്ന് പറയും, നീ എന്തിനാ ശാരദ ഇങ്ങനെ കരയുന്നത്? വിനീത് അവൻ വരും, എങ്ങനെയെങ്കിലും സുജാതയെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും നേരമായിട്ടും അവൻ എന്താമ്മ വരാത്തത്? വരാനാണെങ്കിൽ ഇപ്പോൾ അവൻ വരില്ലേ, മുഹൂർത്തം കഴിയാൻ സമയമാകുക എന്ന് പറയണം കേട്ടോ ശാരദ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രാധമ്മയ്ക്കും ഒത്തിരി സങ്കടം വരിക. ഇതേ സമയം നമ്മുടെ വിനീതാണെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് ഗംഗയെ കല്യാണം കഴിക്കാൻ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്പിനും വില്ലിനും സുജാത അടുക്കുന്നില്ല. സുജാത മാത്രമല്ല ഗീതയും ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന വിനീത് അവിടെ ഇരിക്കുന്ന ഒരു കന്നാസിലിരിക്കുന്ന മണ്ണെണ്ണയുമായിട്ട് അങ്ങോട്ട് വരിക. എന്നിട്ട് പറയും, അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. മക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മമാർക്കെല്ലാം ഇതൊരു പാഠമാവട്ടെ. അമ്മയുടെ മുന്നിൽ നിന്ന് ഞാനങ്ങ് കത്തി നശിച്ചാൽ പിന്നെ അമ്മയ്ക്ക് സന്തോഷമാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഗീത വന്നിട്ട് പറയും, അമ്മ ഇതിലൊന്നും വീഴരുത്, ഇതൊക്കെ അവൻ്റെ ഡ്രാമയാണ്, നമ്മളെ പേടിപ്പിക്കാനായിട്ട്. മണ്ണെണ്ണ കന്നാസുമായിട്ട് ഇവിടെ വന്ന് നമ്മളെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ നീ പോയി കല്യാണം കഴിച്ചോടാ എന്ന് നമ്മൾ പറയുന്ന അവൻ കരുതിയിരിക്കുന്നത്. അമ്മ ഇതിലൊന്നും വീഴരുത് കേട്ടോ അമ്മ എന്ന് വീണ്ടും പറയാം. ആരും വീഴണ്ട, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ മുന്നിൽ കരിഞ്ഞ് ചാമ്പലാകുമ്പോഴും നീ ഇങ്ങനെ തന്നെ പറയണോട് ചേച്ചി എന്ന് ഗീതയോട് പറയാം. നിങ്ങളുടെയൊക്കെ മനസ്സ് ഇത്രയ്ക്ക് ദുഷ്ടത നിറഞ്ഞതാണോ? എനിക്ക് ഗംഗയല്ലാതെ ലോകത്ത് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എത്ര തവണ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവളുടെ ജീവിതവും അവിടെ നശിച്ചു പോവാ. ഞാൻ കൊടുത്ത വാക്ക് മേല അമ്മായി അവളെയും കൂട്ടിക്കൊണ്ട് ഇപ്പം അമ്പലത്തിൽ വന്നിട്ടുണ്ടാകും. ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഗംഗയ്ക്ക് പിന്നൊരു ജീവിതം ഉണ്ടാകുമോ? അവളുടെ നാശത്തിന് ഞാൻ തന്നെ കാരണക്കാരനാകില്ലേ എന്ന് പറഞ്ഞ് വിനീത് കരയാണ് കേട്ടോ. കേട്ടോ അമ്മ അവൻ പറയുന്നത്? അവൻ ഇപ്പോഴും ഗംഗ അവന് വേണ്ടി നമ്മളെ രണ്ടുപേരെ മറന്നിട്ട് മരിക്കാൻ പോലും നിൽക്കുക ഇവന് എല്ലാ അടവാമ്മേ എന്ന് പറയണം കേട്ടോ. അപ്പോൾ കല്ലുപോലെ സുജാത അവിടെ നിൽക്കുകയാണ് കേട്ടോ. വിനീതിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടെങ്കിലും അതിനൊന്നും പ്രതികരിക്കുന്നില്ല. ഇതേസമയം കാവേരിയും നിവിനും കൂടി സുജാതയുടെ വീട്ടിലേക്ക് നിവിൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോരുന്നത്. അല്ല കാവേരി, പ്രണയത്തെപ്പറ്റി കാവേരിയുടെ അഭിപ്രായം എന്താ? പ്രണയം എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരുടെ മനസ്സിലും ഒരുപോലെ തോന്നുന്ന ഒന്നാ എന്ന് നമ്മുടെ ഗംഗയെ മനസ്സിൽ കരുതിക്കൊണ്ട് കാവേരി പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം നിവിൻ ചോദിക്കും, അതെന്താ അങ്ങനെ പറയുന്നത്? നമുക്ക് ആരോടെല്ലാം പ്രണയം തോന്നിയാൽ അപ്പം തന്നെ നമ്മൾ പറയണമെന്നാണോ കാവേരിയും പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുക. ഒരാളോട് പ്രണയം തോന്നുന്നത് അത് തെറ്റല്ലല്ലോ നിവിൻ. നമുക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയാൽ അത് ഉറപ്പായിട്ടും അവരോട് പറയാം. പറഞ്ഞു കഴിഞ്ഞ് അതവർ സ്വീകരിക്കാൻ നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് എതിരെ നിൽക്കുന്ന ആളുടെ ഇഷ്ടമല്ലേ. അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക. എൻ്റെ പ്രണയത്തെ പറ്റിയുള്ള ചിന്താഗതി ഇങ്ങനെയാണ്. ഗംഗയും വിനീതേട്ടനെയും മനസ്സിൽ കരുതിക്കൊണ്ട് കാവേരി പറയാണ് കേട്ടോ. കാരണം ഗംഗയ്ക്ക് വിനീതൻ്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഗംഗ അവിടെ നിർബന്ധിക്കപ്പെടുകയാണ്. ഓരോ ബന്ധത്തിലും ശാരദ അവളെ നിർബന്ധിച്ച് കൊണ്ടേ ചാടിക്കുകയാണ്. ഗംഗയുടെ ഇഷ്ടമോ താല്പര്യമോ ഒന്നും അവിടെ അന്വേഷിക്കുന്നു പോലും ഇല്ലല്ലോ. അതൊക്കെ നമ്മുടെ കാവേരിയുടെ മനസ്സിലുമുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ വിനീതേട്ടനുമായിട്ടുള്ള ഗംഗേച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും ചിലപ്പോൾ ഗംഗേച്ചിയുടെ കല്യാണം നടക്കത്തില്ല എന്ന ബോധ്യവും നമ്മുടെ കാവേരിക്കുണ്ട്. അപ്പോൾ കാവേരി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണുമ്പം നിവിൻ പറയും, കാവേരി പേടിക്കണ്ട, നമ്മളിപ്പോൾ വിനീതിൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുവരാം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ സുജാതയുടെ വീട്ടിൽ നിന്ന് അല്പം മാറിയായിട്ടാണ് വണ്ടി നിർത്തുന്നത്. കാരണം അവരാരും കാണാതിരിക്കാൻ. എന്നിട്ട് പാത്തും പതുങ്ങിയും സുജാതയുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോവാണ് കേട്ടോ. അല്ല കാവേരി, നീ എന്താ ഈ പതുങ്ങി നടക്കുന്നത്? തൽക്കാലം നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് അപ്പച്ചിയും ഗീത ചേച്ചിയും അറിയണ്ട. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. നമ്മുടെ വിനീതേട്ടനെ എവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കുകയാണോ മറ്റോ എന്ന് നമുക്ക് അകത്തെങ്ങനെയും കയറിയിട്ട് നോക്കാം എന്ന് കാവേരി പറയണം കേട്ടോ. എടോ, ഇതൊക്കെ ശരിയാണോ? ഒരു വീട്ടിൽ നമ്മൾ പാത്തും പതുങ്ങി കള്ളനെ പോലെ കയറേണ്ട എന്താവശ്യം ഉള്ളത് എന്ന് പറയണേ.
ഇപ്പം തൽക്കാലം വിനീതൻ എവിടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അതാ പ്രധാനം എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സുജാതയുടെ വീട്ടിലേക്ക് പാത്തും പതുങ്ങിയും പയ്യെ പയ്യെ കയറി പോവാണ് കേട്ടോ. അപ്പോഴാണ് അകത്തെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത്. ബഹളം കേൾക്കുമ്പം കാവേരി ആണെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിക്കും. നോക്ക് എന്ന് പറയാം. അയ്യോ, അത് വിനീതന്റെ ശബ്ദമാണല്ലോ, ഇവരിത് എന്താ കാട്ടിക്കൂട്ടുന്നേ? ദേ മണ്ണെണ്ണയൊക്കെ എടുത്തുകൊണ്ടാ ആ ചെറുക്കൻ നിൽക്കുന്നത്. അവന്റെ ഒറ്റ ബുദ്ധിയാ, ഗംഗയെ കിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട വേണമെങ്കിൽ സ്വയം കത്തിച്ച് ആമ്പലാകാനും അവൻ തുനിയും എന്ന് പറയണം കേട്ടോ. ഇതേസമയം നമ്മുടെ ബേബി ചേട്ടനും വിനീതിനെ തിരക്കി സുജാതയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബഹളങ്ങളെല്ലാം കേൾക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ആ മനുഷ്യൻ നിൽക്കുക. നീ എന്തൊക്കെ കാണിച്ച് എന്നെ പേടിപ്പിച്ചാലും ഈ സുജാതയുടെ മനസ്സ് മാറില്ല. ആ ഒരുമ്പെട്ടവളെ ഈ വീടിൻ്റെ മരുമകളായി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കുകയല്ല. നീ ഒന്ന് മനസ്സിലാക്കടാ, അവൾക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല. നിന്നെ കൂടെ സ്നേഹമുണ്ടെന്ന് നെഞ്ചു തുറന്ന് പറയാൻ പറഞ്ഞ ഇപ്പോഴും നിന്റെ ആ ഗംഗയുണ്ടല്ലോ, അവൾ തലകുനിച്ച് നിൽക്കും. അത്രയ്ക്കുണ്ട് നിന്നോടുള്ള സ്നേഹം എന്ന് പറയാം. അമ്മേ, അവൾ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഈ ലോകത്ത് അവളെ അല്ലാതെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അമ്മേ. അതെനിക്കെന്നോ ബോധ്യപ്പെട്ടതാ. ഗംഗയുമൊത്തൊരു ജീവിതം ഇല്ലാതെ എനിക്ക് ഒരു ജീവിതം പോലും ഉണ്ടാകില്ല എന്ന് പറയണ അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നില്ല. എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മയുടെ കൂടെ ഞാൻ ഇനി എന്തിനാമ ജീവിക്കുന്നത്? ഞാൻ ഇവിടെ കത്തിച്ചാമ്പലാകുന്നത് അമ്മ കണ്ട് അമ്മ സന്തോഷത്തോടെ ഗീത ചേച്ചിയുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ആ മണ്ണെണ്ണ കന്നാസ് എടുത്ത് തൻ്റെ തലവഴി ഊറ്റാനായിട്ട് തുടങ്ങാൻ കേട്ടോ. അത് കാണുമ്പം പെട്ടെന്ന് സുജാത ഞെട്ടിത്തരിച്ച് നിൽക്കുക. എടാ മോനെ, നീ എന്താ ഈ കാണിക്കുന്നത്? നിന്റെ നാശത്തിന് വേണ്ടിയാണോ അമ്മ ഇതൊക്കെ പറയുന്നത്? നീ ഒരിക്കലും വേദനിക്കരുത്, അത് മാത്രമേ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. നിനക്ക് പറ്റിയൊരു പെണ്ണല്ലടാ അവള്, നീ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ മോൻ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? ആരെയും തോൽപ്പിക്കാനല്ലമ്മേ, എനിക്ക് സ്വയം ഒന്ന് ജയിക്കാനാ. മക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഓരോ അമ്മമാർക്കും ഇതൊരു പാഠമാകണം. ഞാൻ ജീവിച്ചിരിക്കുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ആരും കിടന്ന് ഇങ്ങനെ പിടിവലി കൂടത്തില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ സുജാത. നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ കാവേരി പേടിച്ചു പോവാ. അപ്പോൾ കാവേരിയും ഓടിപ്പോയി നമ്മുടെ വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലണം. വിനീതേട്ടൻ എന്താ ഈ ചെയ്യുന്നത്? ഓ, നീയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് എൻ്റെ മോൻ്റെ മരണം നീ കണ്ട് രസിക്കാനായിട്ട് വന്നതല്ലേടി ഇങ്ങോട്ട് ചോദിക്കുക. അപ്പച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ വിനീതേട്ടൻ അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇവിടെ എന്തായെന്ന് അറിയാനായിട്ട് വന്നതാ. വിനീതേട്ടൻ എന്തായി കാണിക്കുന്നത്? ഗംഗേച്ചിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് പറയാം. വേണ്ട കാവേരി, എൻ്റെ ഗംഗയുടെ സങ്കടം കണ്ടുകൊണ്ട് എനിക്കിനി ജീവിക്കണ്ട. അവളെ കല്യാണം കഴിക്കാൻ എൻ്റെ ചേച്ചിയും അമ്മയും എന്നെ സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് വരാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഞാനിനി എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വിനീത് മരിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ ലാമ്പ് കത്തിക്കാണ് കേട്ടോ. അത് കാണുമ്പം സുജാതയൊക്കെ തകർന്നു പോവാ. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് അവളെ കല്യാണം കഴിക്കണം, നീ പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ എന്ന് അപ്പം പറയണം കേട്ടോ. നീ ഇനി ഞാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ മരിക്കണ്ട. സ്വന്തം മക്കള് എൻ്റെ മുന്നിൽ വെച്ച് മരിക്കുന്നത് കണ്ടാൽ പിന്നെ ഈ സുജാത ജീവിച്ചിരിക്കില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ അമ്മ ഇതെല്ലാം പറഞ്ഞതെന്ന് നിനക്ക് എന്തെങ്കിലും മനസ്സിലാകും. പക്ഷേ എൻ്റെ മോൻ ഈ പടി ഇറങ്ങുമ്പം ഒരു കാര്യം ഓർത്തേക്കണം. ഇനി അമ്മയാണ് പെങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഈ കുടുംബത്തിൽ നീ കയറി പോകരുത് എന്ന് സുജാത പറയണം കേട്ടോ. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? പോകാനാ നിന്നോട് പറഞ്ഞത്. ഇത്രയും നാടകമൊക്കെ നീ കളിച്ചതല്ലേ? അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ സ്വയം മരിക്കാൻ പോലും നീ തീരുമാനിച്ചത്? ഈ അമ്മയ്ക്ക് മുകളില നിനക്ക് അവളോടുള്ള സ്നേഹമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഈ പടി നീ കയറരുത് എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ കാവേരിയും നിവിനും നമ്മുടെ ബേബി ചേട്ടനും എല്ലാവരും നിൽക്കുക. അങ്ങനെ വിനീത് രണ്ടും കൽപ്പിച്ചും അവിടെ നിന്ന് ഇറങ്ങുക. എന്നേക്കുമായിട്ടുള്ള ഇറക്കമാണെന്ന് പക്ഷേ വിനീതും കരുതുന്നില്ല. അമ്മ ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തന്നെ അംഗീകരിക്കും, തന്നെയും ഗംഗയും മനസ്സുകൊണ്ട് അംഗീകരിക്കും എന്ന് തന്നെയാണ് ഗംഗ കരുതുന്നത്. കൂടുതലൊന്നും പറയാതെ വിനീതിനോടൊപ്പം കാവേരിയും നിവിനും പോവാണ് കേട്ടോ. വിനീതേട്ടാ, എന്താ ഇതൊക്കെ എന്ന് അപ്പോൾ കാവേരി ചോദിക്കുക. ആകെ പ്രശ്നമായിരുന്നു, നിങ്ങൾ ആകെ പേടിച്ചു പോയി അല്ലേ കാവേരി എന്ന് ചോദിക്കുക. ഞാൻ അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയതാ. ഗംഗേച്ചിയും അമ്മയും കൂടി എന്നെ തലക്കടിച്ച് വീഴ്ത്തി എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തിയിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു രീതിയിലും അങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഈ കല്യാണം നടത്തണോ എന്ന് ചോദിക്കുക. ഈ കല്യാണം കൂടി മുടങ്ങിയാൽ ഇനി ഒരു കല്യാണം ഗംഗയുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ കാവേരി എന്ന് അപ്പം വിനീത് ചോദിക്കുകയാണ് കേട്ടോ. എത്രാമത്തെ കല്യാണമാണ് ഗംഗയ്ക്ക് മുടക്കുന്നത്? അപ്പം ഗംഗയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ശരിക്കും അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് കാവേരി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും അവരെല്ലാവരും കൂടി
കൂടി മുഹൂർത്ത സമയം തീരുന്നതിന് മുന്നേ തന്നെ അമ്പലത്തിൽ ചെല്ലുകയാണ്. അങ്ങനെ ഗംഗയെ വിനീത് താലി കെട്ടി സ്വന്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ശാരദ നിർവൃതിയോടെ നോക്കുക. തൻ്റെ മകളെ സുമംഗലിയായി കാണണം, അതുമാത്രമാണ് ശാരദ ആഗ്രഹിച്ചത്. ഈ കല്യാണം ഒരിക്കൽ കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തൻ്റെ മകളുടെ കല്യാണം നടക്കാതെ വന്നാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ ആ അമ്മയ്ക്ക്. പക്ഷെ ഗംഗ ഒരു മരപ്പാവ കണക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഒട്ടും ഇഷ്ടമില്ലാതെ അപ്പച്ചിയെയും ഗീത ചേച്ചിയും എതിർത്തുകൊണ്ടാണ് വിനീത് തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയതെന്ന് ഗംഗയ്ക്കും ബോധ്യപ്പെടുകയാണ് കേട്ടോ. ഗംഗ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഗംഗയുടെ നിസ്സംഗ ഭാവം കാണുമ്പോൾ ഇത്രയൊക്കെ അരങ്ങേറിയത് കൊണ്ടുള്ള താല്പര്യമില്ലായ്മയാണെന്ന് വിനീതും കരുതുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയാം.